അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ ഇസ്മിൻ്റെ വകഭേദങ്ങൾ പഠിച്ചു. ജമ്മ്, മുഫ്രദ് മുസന്ന ജമ്മ്, ജമ്മു മുദക്കർ സാലിമ്, ജമ്മു തക്സീർ, ജമ്മു മുഅന്നസ് സാലിമ്, പിന്നെ പ്ലൂരല്, പിന്നെ അങ്ങനെയുള്ള പിന്നെ നക്ര മാരിഫ അതൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് നക്ര മാരിഫയിൽ മാരിഫ ഒരു ഇസ്മിനെ മാരിഫ ആക്കാൻ 4-5 തരത്തിലുള്ള വിദ്യകളുണ്ടെന്ന് പറഞ്ഞ് അതിൽ അലിഫ്ലാം ചേർക്കുക. ഒരു നക്ര ഇസ്മിൽ അലിഫ്ലാം ചേർത്താൽ അത് മാരിഫായി. പിന്നെ ഇസ്മുൽ ഇഷാറ, ഇനി അടുത്തത് ഇസ്മുൽ ഇഷാറയാണ്. ഇസ്മുൽ ഇഷാറ ചേർത്ത് ഒരു ഇസ്മിനെ പറഞ്ഞാൽ അത് മാരിഫായി. ഇസ്മുൽ ഇഷാറ എന്ന് പറഞ്ഞാൽ ഡെമോൺസ്ട്രേറ്റീവ് നൗൺസ്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇസ്മുൽ ഇഷാറ. ഇസ്മുൽ ഇഷാറ ഏതൊക്കെയാണ്? അതിൻ്റെ ഉദാഹരണം ഹാദ ഒരു ഇസ്മുൽ ഇഷാറയാണ്. ഹാദാനി ഡുവൽ ഫോമിന് ഒരു ഇസ്മുൽ ഇഷാറയാണ്. ഹാവുലായി, പിന്നെ ഹാദിഹി, ഹാത്താനി, ഹാവുലായി, ഹുന, ഇതൊക്കെയാണ് ഇസ്മുൽ ഇഷാറ. അതിൻ്റെ താരീഫ് ഡെഫിനിഷൻ: തുസ്താമിലു തുഷീറ ഇല അംരിൻ ഔ ഷൈഇൻ ഇമ്മ ഖരീബൻ ഔ ബഈദൻ. ഈ ഇസ്മുൽ ഇഷാറ തുസ്താമലു അത് ഉപയോഗിക്കപ്പെടും ലി തുഷീറ ചൂണ്ടുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ കാണിക്കാൻ വേണ്ടി, ലാ അംരിൻ ഒരു കാര്യത്തിലേക്ക്, ഔ ഷൈഇൻ അല്ലെങ്കിൽ ലാ അംരിൻ ഔ ഷൈഇൻ ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടും. ഇമ്മ ഖരീബൻ ഔ ബഈദൻ അടുത്തുള്ള ഒരു സാധനത്തിനെയോ അകലെയുള്ള ഒരു സാധനത്തിനെയോ സൂചിപ്പിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കപ്പെടും. അപ്പോൾ അതാണ്. അപ്പോൾ ഹാദ എന്ന് പറഞ്ഞാൽ ഹാദ കലമുൻ, ദിസ് ഈസ് എ പെൻ. ഈ ഹാദ ഇവിടെ വരുന്നത് കൊണ്ട് ഈ കലമ് എന്ന നക്കിറായ ഇസ്മ മാരിഫായി. ഹാദ ത്വാലിബുൻ, ത്വാലിബ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതൊരു നക്കിറയാണ്. അതിന് ഹാദ വന്നതോടുകൂടി ഈ പേന ഇതൊരു പേനയാവുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി, ഇതൊരു വിദ്യാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ത്വാലിബ് ഇവിടെ മാരിഫായി. ഹാവുലായി എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർ എന്നും പറയും, അക്കൂട്ടർ എന്നും പറയും. അത് രണ്ടിനും ഹാവുലായി തന്നെയാണ് ഉപയോഗിക്കുക. അതുപോലെ മുഅന്നസിനും പറയും, മുദക്കറിനും പറയും. പിന്നെ ഹാദിഹി എന്ന് പറഞ്ഞാൽ മുഅന്നസാണ്. ഹാദയുടെ നേരെ മുഅന്നസാണ്, സ്ത്രീലിംഗാണ് ഹാദിഹി. ഹാതാനിയുടെ സ്ത്രീലിംഗാണ് ഹാത്താനി. ഹാവുലായി അത് സ്ത്രീലിംഗത്തിലും പുല്ലിംഗത്തിലും ഒരേ വാക്ക് തന്നെയാണ്. പിന്നെ ഹുന എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്നത് അത് 2 സ്ഥലത്തും ഹുന തന്നെയാണ്. പിന്നെ ഹാദിഹി ഹദീഖത്തുൻ ഇതൊരു തോട്ടമാണ്. ഹാദിഹി ഹദീഖത്തുൻ ഇതൊരു തോട്ടമാണ്. ഹദീഖത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് തീർച്ചയായും നക്രയായ ഇസ്മാണ്. ഹാദിഹി വന്നതിനോടുകൂടി ഹാദിഹി ഹഖീബത്തുൻ ഇതൊരു ബാഗാണ്. ഹഖീബ എന്ന് പറഞ്ഞാൽ ബാഗ്. ഇവിടെ ഹദീഖ എന്ന് പറഞ്ഞാൽ തോട്ടം. ഹാദിഹി മുഅന്നസായ ഇസ്മിന് ആണ് ഉപയോഗിക്കുക ഹാദിഹി. പിന്നെ 2 ഡുവൽ ഫോം: ഹാദാനി കിതാബാനി, ഹാദാനി മുഹന്ദസാനി, ഹാത്താനി മുഅല്ലിമത്താനി, ഹാത്താനി തൊബീബത്താനി. മുഅല്ലിമത്താനി 2 ടീച്ചർമാരാണ്. ഹാത്താനി തൊബീബത്താനി 2 ഡോക്ടർമാരാണ്, അത് ഫീമെയിൽ ഡോക്ടർമാർ. ഹാവുലായി റിജാലുൻ അക്കൂട്ടർ റിജാൽ പുരുഷന്മാരാണ്. ഹാത്താനി മുഹന്ദസാനി, ഹാത്താനി മുഅല്ലിമത്താനി. അപ്പോൾ ഞാൻ പറഞ്ഞു ഹാദാനിയുടെ സ്ത്രീലിംഗ രൂപമാണ് ഹാത്താനി. പിന്നെ ഹാവുലായി റിജാലുൻ
ഇക്കൂട്ടർ പുരുഷന്മാരാണ്. ഹാവുലായി തുല്ലാബുൻ, ഇവർ വിദ്യാർത്ഥികളാണ്. ഹാവുലായി ബനാത്തുൻ, ഇനി ഹാവുലായി ബനാത്തുൻ, അപ്പോൾ ഹാവുലായിക്ക് സ്ത്രീലിംഗം പുല്ലിംഗം ഇല്ല, അവർ പെൺകുട്ടികളാണ്. ഹാവുലായി മുഅല്ലിമാത്തുൻ, ഇവർ അല്ലെങ്കിൽ അവർ മുഅല്ലിമാത്താണ്. മുഅല്ലിമാത്ത് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടീച്ചർമാർ. അപ്പോൾ ഇതൊക്കെ അത് അടുത്തുള്ള കാര്യങ്ങളെ, അടുത്തുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ്. ഹാദാ ഹാദാനി ഹാവുലായി, ഹാദിഹി ഹാത്താനി ഹാവുലായി ഹുന, ഇതൊക്കെ അടുത്തുള്ള ഇതിനെ സൂചിപ്പിക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇമ്മ കരീബൻ ഔ ബഈദ് എന്ന് പറഞ്ഞു. ഇവിടെ സ്ക്രീനിൽ തന്നെ ആദ്യ മൂന്നാമത്തെ വരിയിൽ ഒന്നുകിൽ അടുത്ത്, കരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അല്ലെങ്കിൽ ബഈദ് അകലെ. അപ്പോൾ ഇവിടെ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ളത് കരീബായിട്ടുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ്. ഇനി അടുത്തത് ബഈദായിട്ടുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനുള്ളത് നമുക്ക് പറയാം. ഇനി അസ്മാഉൽ ഇഷാറ ഇലൽ ബഈദ്, അവിടെ എഴുതിയത് എല്ലാവരും ശ്രദ്ധിക്കുക. അസ്മാഉൽ ഇഷാറ ഇലൽ ബഈദ്, അകലെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പറയുന്നതൊക്കെ. ഏതൊക്കെ? ദാലിക്ക, ദാനിക്ക, ഉലായിക്ക, ഹുനാക്ക, പിന്നെ തിൽക്ക, താനിക്ക, ഉലായിക്ക, ഹുനാക്ക. അപ്പോൾ ദാലിക്ക ത്വരീഖുൻ വാസിയോൻ, അതൊരു രണ്ടാമത്തെ വരി ഇതിൽ. ദാനിക്ക ത്വരീഖുൻ വാസിയോൻ, അതൊരു വിശാലമായ വഴിയാണ്. ദാലിക്ക അത് വിശാലമായ വഴിയാണ്. പിന്നെ ദാലിക്ക മസ്നാഉൻ കബീറുൻ, അത് ഒരു വലിയ ഫാക്ടറിയാണ്. മസ്ന എന്ന് പറഞ്ഞാൽ ഫാക്ടറി. പിന്നെ അതിൻ്റെ സ്ത്രീലിംഗാണ് ഈ തിൽക്ക. ദാലിക്കയുടെ സ്ത്രീലിംഗാണ് തിൽക്ക. തിൽക്ക താവിലത്തുൻ, തിൽക്ക ഷജറത്തുൻ, അതൊരു മേശയാണ്. തിൽക്ക ഷജറത്തുൻ, അതൊരു മരമാണ്. പിന്നെ ദാനിക്ക മുഹന്ദിസാനി, അത് രണ്ട് എൻജിനീയർമാരാണ്. മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എൻജിനീയർ. ദാനിക്ക അത് മുഹന്ദിസാനി, രണ്ട് എൻജിനീയർമാരാണ്. ദാനിക്ക കിതാബാനി, അത് രണ്ട് പുസ്തകങ്ങളാണ്. പിന്നെ ദാനിക്കയുടെ മുഅന്നസാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗ രൂപമാണ് താനിക്ക. താനിക്ക മുഅല്ലിമത്താനി, താനിക്ക ത്വബീബത്താനി. മുഅല്ലിമത്ത് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടീച്ചർ, ത്വബീബത്ത് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഡോക്ടർ. പിന്നെ ഉലായിക്ക തുല്ലാബുൻ മുജ്തഹിദൂൻ, അവർ തുല്ലാബും മുജ്തഹിദൂൻ, പരിശ്രമശാലികളായ വിദ്യാർത്ഥികളാണ്. ഉലായിക്ക തുല്ലാബുൻ മുജ്തഹിദൂൻ, അവർ പരിശ്രമശാലികളായ വിദ്യാർത്ഥികളാണ്. ഉലായിക്ക ബനാത്തുൻ ജാലിസാത്തുൻ, അവർ ഇരിക്കുന്ന പെൺകുട്ടികളാണ്. പിന്നെ ഹുനാക്ക ഖസ്റുൻ ഷാമിഹുൻ, ഹുനാക്ക അവിടെ, ഹുനാക്ക എന്ന് പറഞ്ഞാൽ അവിടെ, ഖസ്റുൻ ഷാമിഹുൻ, ഷാമിഹായ ഖസ്റുണ്ട്. ഖസ്ർ എന്ന് പറഞ്ഞാൽ മാളിക. അപ്പോൾ ഹുനാക്ക ഖസ്റുൻ ഷാമിഹുൻ, ഒരു വലിയ മാളിക, പാലസ് ഉണ്ട്. ഷാമിഹ് എന്ന് പറഞ്ഞാൽ മജസ്റ്റിക് എന്നൊക്കെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ വലിയ ഒരു പാലസ് ഉണ്ട് എന്നർത്ഥം. ഹുനാക്ക മുഅല്ലിമത്തുൻ മഷ്ഹൂറത്തുൻ, അവിടെ മഷ്ഹൂറത്ത്, ഫേമസ് ആയ ഒരു ഫീമെയിൽ ടീച്ചറുണ്ട്. ഫേമസ് ആയ ഒരു ഫീമെയിൽ ടീച്ചറുണ്ട്. അപ്പോൾ ഇവിടെ ഹുനാക്ക ഖസ്റുൻ ഷാമിഹുൻ, ദർ ഇസ് എ മാഗ്നിഫിഷൻറ്റ് പാലസ്, അല്ലെങ്കിൽ മജസ്റ്റിക് പാലസ്, അല്ലെങ്കിൽ എ വെരി ബിഗ് പാലസ്. ഹുനാക്ക മുഅല്ലിമത്തുൻ മഷ്ഹൂറത്തുൻ, ദർ ഇസ് എ ഫേമസ് ഫീമെയിൽ ടീച്ചർ. അപ്പോൾ അതാണ് ഇസ്മുൽ ഇഷാറ ഇലൽ ബഈദിൻ്റെ ഇസ്മുകളും
പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങളും. പിന്നെ അടുത്തത് അതിൻ്റെ കുറച്ച് എക്സസൈസസ് ആണ് പറയണത്. തെമ്രീൻ എന്ന് പറഞ്ഞാൽ എക്സസൈസ്. ഈ ചോദ്യം നിങ്ങൾ പിന്നെ നല്ല മനസ്സിലാക്കിയോളൂ. ചോദ്യങ്ങൾ അറബിയിൽ ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കിട്ടാതെ വരരുത്. അപ്പോൾ ശരിക്ക് ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പം തന്നെ പഠിക്കണം. അക്മിലിൽ ജുമലല്ലാത്തിയ, താഴെ പറയുന്ന ജുംല എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് പൂർത്തിയാക്കുക. ബിസ്മിൽ ഇഷാറത്തി, ഇഷാറത്തിൻ്റെ ഇസ്മു കൊണ്ട്. അസ്സഹീഹി, ശരിയായ ഇഷാറത്തിൻ്റെ ഇസ്മു കൊണ്ട് താഴെ പറയുന്ന ആ ജുംല, ആ സെൻറ്റൻസ് പൂർത്തിയാക്കുക. മിമ്മ ബൈനൽ ഖൗസൈനി, 2 ബ്രാക്കറ്റിൽ തന്നതിൽ നിന്ന്. അപ്പം ഞാനിവിടെ ബ്രാക്കറ്റൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതിയ ആ ഇസ്മുകളാണ് ഇവിടെ ഈ കളറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബുക്കിൽ ഇതിൻ്റെ ചോദ്യം ശരിക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഇതും കൂടി താരതമ്യം ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഈ ഹാവുലായി എന്നൊക്കെ ബ്രാക്കറ്റിലുണ്ട് ബുക്കിൽ. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് അങ്ങനെ കോപ്പി ചെയ്തതല്ല, ഞാനിത് സ്ലൈഡ് എഴുതി ടൈപ്പ് ചെയ്തുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് കോപ്പി ചെയ്താണെങ്കിൽ പിന്നെ ഇത് ഇമേജ് എടുക്കാൻ പറ്റുള്ളൂ, PDF ഇല്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ അക്മിലിൽ ജുമലല്ലാത്തിയ, താഴെ പറയുന്ന ജുംലകൾ പൂർത്തിയാക്കുക. ജുമൽ എന്ന് പറഞ്ഞാൽ ജുംലയുടെ ജമ്മാണ് ജുമൽ. സെൻറ്റൻസുകൾ പൂർത്തിയാക്കുക. ബിസ്മിൽ ഇഷാറ, ഇഷാറത്തിൻ്റെ ഇസ്മു കൊണ്ട്. അസ്സഹീഹ്, ശരിയായ. മിമ്മ ബൈനൽ ഖൗസൈനി, 2 ബ്രാക്കറ്റിൽ നിന്ന്. ഹാവുലായി അബ്നായി, അപ്പോൾ ഇവിടെ അബ്നായി ഡാഷ് അബ്നായി എന്നാണ്. ബ്രാക്കറ്റിൽ ഹാവുലായി ഉണ്ടാവും, പിന്നെ വേറെ 2 സ്മൂടി ഉണ്ടാവും. അതിൽ നിന്ന് ഹാവുലായി എടുത്തെഴുതി. ഹാവുലായി അബ്നായി. ഹൽ താരിഫു മൻ സ്വാഹിബു ഹാദിഹി റിസാല, ഹൽ താരിഫു, നിനക്കറിയോ, മൻ, ആരാണ്, സ്വാഹിബു ഹാദിഹി റിസാല, ഈ എഴുത്തിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് നിനക്ക് അറിയോ? അതായത് ഈ എഴുത്ത് എഴുതിയത് ആരാണെന്ന് നിനക്ക് അറിയോ എന്നാണ് ഈ ചോദ്യം. ഹൽ താരിഫു മൻ സ്വാഹിബു ഹാദിഹി റിസാല, റിസാല ഇവിടെ മുഹന്നസായതുകൊണ്ട് ഹാദിഹി ഉപയോഗിച്ചു. പിന്നെ ഹാദിഹി കുത്തുബുൻ തുദ്റസു ഫിൽ കുല്ലിയാത്തി, ഹാദിഹി കുത്തുബ് ജമ്മായതുകൊണ്ടാണ് ഇവിടെ മുഹന്നസിൻ്റെ സിയ ഉപയോഗിച്ചത്. ഹാദിഹി കുത്തുബുൻ തുദ്റസു, പഠിപ്പിക്കപ്പെടും, ഫിൽ കുല്ലിയാത്തി, കോളേജുകളിൽ. ഹാദിഹി കുത്തുബുൻ, ഈ ബുക്കുകൾ, തുദ്റസു, അത് പഠിപ്പിക്കപ്പെടുന്നവയാണ്, ഫിൽ കുല്ലിയാത്തി, കോളേജുകളിൽ. പിന്നെ ഹാത്താനി ത്വാലിബത്താനി മാഹിറത്താനി, ഇവർ രണ്ടാളും വളരെ സാമർഥ്യമുള്ള വിദ്യാർത്ഥിനികളാണ്. മാഹിറത്ത് എന്ന് പറഞ്ഞാൽ സാമർഥ്യം അല്ല, വളരെയധികം കഴിവുള്ള വിദ്യാർത്ഥിനികളാണ്. മാഹിർ എന്നൊക്കെ പറയില്ലേ. പിന്നെ വഖഫ്തു ഹുന, വഖഫ്തു, വഖഫ, വഖഫ, വഖഫു, വഖഫത്ത്, വഖഫത്ത, വഖഫ്ന, അങ്ങനെ പറഞ്ഞു. വഖഫ്തു വഖഫ്ന എന്ന് പറഞ്ഞില്ലേ, ഇത് മുത്തകല്ലിമാണ്. വഖഫ്തു ഹുന, ഇവിടെ ഞാൻ നിന്നു. മുന്തളിറൻ, പ്രതീക്ഷിച്ചിട്ട്. സ്വദീഖി, എൻ്റെ സ്നേഹിതനെ. വഖഫ്തു ഹുന, ഇവിടെ ഞാൻ നിന്നു. മുന്തളിറൻ, സ്വദീഖി, എൻ്റെ സ്നേഹിതനെ കാത്തു നിന്നു എന്നർത്ഥം. അപ്പോൾ ഇത്രയാണ് ഇന്നൊക്കെ. എല്ലാവരും പഠിക്കുക. ചെറിയ വീഡിയോ ആക്കി ഇട്ടാൽ എല്ലാവരും ശരിക്കും പഠിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ വലുതാക്കാത്തത്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ ഇസ്മുൽ മൗസൂൽ ഉണ്ടാവും, അത് അടുത്ത ഇതിൽ പഠിക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.